നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അതല്ലേ ശരി. നീങ്ക എതുക്കെന്നാ ഭയപ്പെടുறீங்க? ദാസനാ വാങ്ങണ. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം എനിക്ക് ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം. ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ് ലിപ് ലോക്ക് ചെയ്യും, ലിപ് ലോക്ക് ചെയ്യും. എനിക്ക് കുഴപ്പമില്ല. നീതാനാ കിട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല ഫോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം വിട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, അത് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ നിഷ്കളങ്കര, നമ്മൾ ആരെയും ചതിക്കുന്നില്ല. നമ്മൾ ഒരു ചതിയും ചെയ്യാത്ത ആൾക്കാരാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ പ്രാടുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല, ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞു. പറ്റൂല ചേട്ടാ, പ്ലീസ് എനിക്ക് പറ്റൂല. അത് ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. ഈ സ്ത്രീ പുരുഷനും എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഡ്രസ്, കുഞ്ഞു ഡ്രസ്, ഞാൻ ഡ്രസ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ ഇയാളെ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതെന്നെ രേണു. അപ്പൊ ക്യാമറാമാൻ എന്നോട് വന്നിട്ട്, അയാളുടെ പേര് എനിക്കതല്ല, പുറകെ നിന്നുള്ള ആംഗിളാ വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചുകൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. എന്നാടാ എന്റെ മസിൽസ് വെട്ടി കയറിയിട്ട് വയ്യ. എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല, ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞു. പറ്റൂല ചേട്ടാ, പ്ലീസ് എനിക്ക് പറ്റൂല. അത് അതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കുന്നത് അവര് ചതിക്കും. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഇത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.